ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോണിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെല്ലാം പോകുന്നുണ്ട്, നമ്മൾ ഏതെല്ലാം വെബ്സൈറ്റുകളിൽ കയറുന്നത്, ഏതെല്ലാം ആപ്ലിക്കേഷനിൽ കയറുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗൂഗിള് സെർച്ച് ചെയ്ത് മനസ്സിലാക്കി അവരവിടെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുവഴി നമുക്ക് അനാവശ്യ പരസ്യങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെല്ലാം ആപ്ലിക്കേഷൻസ് ആണ് അവർ ട്രാക്ക് ചെയ്യുന്നത് എന്നുള്ളതും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. അത് എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം ചിലപ്പോൾ അവർക്ക് ഈ ഒരു നോളജ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ഫോണിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇത് മുഴുവൻ നമ്മുടെ ഗൂഗിള് മനസ്സിലാക്കി വെക്കുന്നുണ്ട്. അത് ചില തേർഡ് പാർട്ടിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡാറ്റാസ് ലോസ് ആവാനുള്ള കാരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഗൂഗിൾ ആണെങ്കിലും നമ്മൾ ജിമെയിലിൽ കയറിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും കോൾ ചെയ്താലും മെസ്സേജ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നത്. എവിടെയാണ് സേവ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതും അതെങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായി നമ്മൾ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലെ. ആ സെർച്ച് ഓപ്ഷൻ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇനി അഥവാ അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ. ചില ഫോണിൽ അങ്ങനെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് സെർച്ച് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഏതാണ് നിങ്ങൾ ജിമെയിൽ ഐ ഡി ലോഗിൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കി നോക്കുക. ആ ജിമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഇമെയിൽ ഐ ഡി. അതിന്റെ തൊട്ട് താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്. ആ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഫോണിലെ ഡാറ്റ, അതിനുള്ള പ്രൈവസി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ പ്രൈവസി പോളിസിന്റെ ഡീറ്റെയിൽസുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൈവസി സജഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്, നമുക്ക് വേണ്ട ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നത്. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹിസ്റ്ററി സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായി വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയെല്ലാം പോകുന്നുണ്ട്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹിസ്റ്ററി മുഴുവൻ ഗൂഗിൾ സേവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഇവിടെ ഓൺ ആയിട്ട് കിടക്കും. നിങ്ങൾ ഫോണിൽ നോക്കി നോക്കുക, നിങ്ങളത് ഓൺ ആണോ കിടക്കുന്നത് എന്നുള്ളത് നോക്കുക. അപ്പം ഈ ഒരു സെക്ഷൻ വഴിയാണ് നമ്മുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഉടനല്ലേ നമ്മൾ പോകുന്ന കാര്യങ്ങൾ ഗൂഗിൾ സർവീസിൽ നമ്മൾ കംപ്ലീറ്റ് സേവ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഏതെല്ലാം ആപ്പുകളിൽ കയറുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ് ആക്ടിവിറ്റിയിൽ പറയുന്നുണ്ട്. സേവ്സ് യുവർ ആക്ടിവിറ്റി ഓൺ ഗൂഗിൾ സൈറ്റ്സ് ആൻഡ് ആപ്സ് ഇൻക്ലൂഡിങ് അല്ലേ. നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ലൊക്കേഷനിൽ എന്തൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഒരു മാർഗമുണ്ട്. നമുക്ക് ഈ പറഞ്ഞ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ താഴെയുള്ള ഈ ആപ്സിലൊക്കെയാണ് നമ്മൾ കയറുന്നൊക്കെ അവർ കാണുന്നത്. ഇവിടെ നമ്മൾ കണ്ടില്ലേ ടേൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ടേൺ ഓഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടേൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല. ആ ടേൺ ഓഫിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് നമുക്ക് ടേൺ ഓഫ് ആവാൻ പറ്റും. ടേൺ ഓഫ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിൽ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളൊന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ഇവിടെ യുവർ ആക്ടിവിറ്റി ഹാസ് ബീൻ ഡിലീറ്റഡ് കാണിക്കുന്നുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റഡ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണും. പിന്നെ നമുക്ക് മുൻപ് നമ്മൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ താഴെ നമുക്ക് പെർമനന്റ് ആയിട്ട് നമുക്ക് അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കാനും സാധിക്കും. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഏതെല്ലാം ആപ്ലിക്കേഷൻസുള്ള കാര്യം, ഇപ്പൊ നമ്മുടെ ഗൂഗിൾ പേ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരും നമ്മുടെ ഹിസ്റ്ററി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കാനും ഇവിടെ സാധിക്കും. ഇനി ചില ആളുകൾക്ക് തോന്നുകയാണ് നമുക്ക് ഇതെല്ലാം വേണം എന്നുള്ള തോന്നുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ടേൺ ഓൺ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്യാനും സാധിക്കും.